ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിഡിലൻ ഐറ്റം എന്താണെന്നറിയോ ഫ്രണ്ട്സ്? ചാമ്പയ്ക്ക മുളക് തിരുമ്പിയത്. അപ്പോൾ നമുക്ക് ചാമ്പയ്ക്ക മുളക് തിരുമ്പിയത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചാമ്പയ്ക്ക കേട്ടോ. നിങ്ങൾക്ക് എത്ര അളവിൽ വേണോ അത്ര അളവിൽ ചാമ്പയ്ക്ക എടുക്കാം. നന്നായി കഴുകിയിട്ടുണ്ട്, ഇതാ കണ്ടോ, ഞാൻ നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടാക്കി കട്ട് ചെയ്യുക കേട്ടോ. നടുവേ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്താലോ. അപ്പോൾ നമ്മുടെ നാടൻ ചാമ്പയ്ക്ക ഇതാ നടുവേ കട്ട് ചെയ്ത് ആ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഈ ചാമ്പയ്ക്ക ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ മുളക് തിരുമ്പാനായിട്ടുള്ള ചാമ്പയ്ക്ക നമ്മളിതാ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കാന്താരി മുളക് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. കാന്താരി മുളക് നമ്മൾ ഉണക്കിയിട്ടുണ്ട്, ഉണക്ക കാന്താരി ഉണ്ടാവുമല്ലോ, പഴുത്ത കാന്താരി നമ്മൾ ഉണക്കിയിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചമ്മന്തിപ്പൊടിയില്ലേ, ചമ്മന്തിപ്പൊടി നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ, ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ യൂസ് ചെയ്യാറുള്ള ചമ്മന്തിപ്പൊടി, അത് നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്, കടയിൽ നിന്ന് വാങ്ങാറുണ്ട്, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്താലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ്, ഇതാ കാന്താരി മുളകിൻ്റെ പൊടി ഇതാണ് കേട്ടോ. നല്ലതാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഒന്ന് പൊടിച്ച് വെച്ചാലുണ്ടല്ലോ നമുക്ക് എല്ലാറ്റിനും യൂസ് ചെയ്യാം. നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്ത് അതിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കാന്താരി മുളക് അറിയാമല്ലോ, ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ മാക്സിമം അതന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇതാ നമ്മൾ ചമ്മന്തിപ്പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. അരിൻ്റെ ചമ്മന്തിപ്പൊടിയാണ്, നമ്മൾ അരിയൊക്കെ പൊടിച്ചിട്ടുണ്ടാക്കിയില്ലേ, വറുത്ത് പൊടിച്ചിട്ട് ആ ഒരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും ഐറ്റമാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ചാമ്പയ്ക്കയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 2 സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താലോ. നമ്മളെടുത്ത പൊടി ഐറ്റംസ് എല്ലാം ഇതാ ചാമ്പയ്ക്കയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ചാമ്പയ്ക്ക മുളക് തിരുമ്പിയത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കിട്ടിലനായിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. സാധാരണ മുളക് തിരുമ്പിയിട്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ചമ്മന്തിപ്പൊടിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ വരുമ്പോണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. അത് കിടിലനാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചെയ്തു നോക്കൂ, വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോഴേ അറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. അടിപൊളിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ, നല്ല മോരൊഴിച്ച് നമ്മൾ ചോറുണ്ണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മതി കേട്ടോ, വേറെ ഒന്നും വേണ്ടി വരില്ല. പിന്നെ ഇത് കേടും വരില്ല. നമുക്ക് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് അടിപൊളിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. നമ്മുടെ വീഡിയോസ് എല്ലാം അതുപോലെയാണ്. നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണൂ, നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും. നമ്മളിതിൽ ചേർത്ത പൊടി ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, ഇതൊന്ന് വറുത്തിട്ട് നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മണവും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് എന്താണ് ടേസ്റ്റ്, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ.